പ്രിയമുള്ളവരെ, വചനജ്വാല 969 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 26 വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ക്രിസ്തുവിന്റെ സഹനത്തോടു ചേർന്ന് രക്തസാക്ഷികളെന്ന് വിളിക്കപ്പെടുന്ന 2 മാർപ്പാപ്പമാരെയാണ് അനുസ്മരിക്കുന്നത്. വിശുദ്ധ അനാക്ലീറ്റസ് എന്ന ക്ലീറ്റസ് പാപ്പായെയും വിശുദ്ധ മാർസലിനൂസ് പാപ്പായെയും. തിരുസഭയുടെ ശൈശവപ്രായത്തിൽ മാർപ്പാപ്പമാർ അനുഭവിച്ച കഷ്ടതകൾ വളരെ ഗുരുതരമായിരുന്നു. തന്നിമിത്തം അവരെല്ലാവരും വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർന്നു. വിശുദ്ധ ക്ലീറ്റസ് പാപ്പ 12 സംവത്സരത്തോളം തിരുസഭയെ ഭരിച്ചു. 8 വർഷവും 3 മാസവുമാണ് വിശുദ്ധ മാർസിലിനൂസ് മാർപ്പാപ്പ പത്രോസിന്റെ സിംഹാസനത്തിലിരുന്നത്. രക്തം ചിന്തിയില്ലെങ്കിലും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചതുകൊണ്ട് ഒരു രക്തസാക്ഷിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുക. വിശുദ്ധ ക്ലീറ്റസ് പാപ്പായുടെയും വിശുദ്ധ മാർസലിനൂസ് പാപ്പായുടെയും മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് നെഹമ്യായുടെ പുസ്തകം 8-ാം അധ്യായം 7 മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. യശുവ, ബാനി, ഷെറബിയ, യാമിൻ, അക്കൂബ്, ഷിബത്തായി, ഹോദിയ, മസായെ, കെലീത്ത, അസറിയ, യോസഹബാദ്, ഹനാൻ, പെലായ എന്നീ ലേവ്യർ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ട് ജനത്തെ നിയമം പഠിപ്പിക്കാൻ സഹായിച്ചു. അവർ ദൈവത്തിന്റെ നിയമഗ്രന്ഥം വ്യക്തമായി വായിച്ചു. ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ആശയം വിശദീകരിച്ചു. നിയമം വായിച്ചു കേട്ട് ജനം കരഞ്ഞു. അപ്പോൾ ദേശാധിപതനായ നെഹമ്യായും പുരോഹിതനും നിയമജ്ഞനായ എസ്രായും ജനത്തെ പഠിപ്പിച്ച ലേവ്യരും അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഈ ദിവസം വിശുദ്ധമാണ്. അതിനാൽ ദുഃഖിക്കുകയോ കരയുകയോ അരുത്. അനന്തരം അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി വിഭവസമൃദ്ധമായ ഭക്ഷണവും മധുരവീഞ്ഞും കഴിക്കുക. ആഹാരമില്ലാത്തവന് ഓഹരി കൊടുത്തയക്കുകയും ചെയ്യുക. ഈ ദിവസം കർത്താവിന് വിശുദ്ധമാണ്. നിങ്ങൾ വിലപിക്കരുത്. അവിടുത്തെ സന്തോഷങ്ങളാണ് നിങ്ങളുടെ ബലം. നിശബ്ദരായിരിക്കുവിൻ. ഈ ദിവസം വിശുദ്ധമാണ്. വിലാപം അരുത് എന്ന് പറഞ്ഞ് ലേവ്യർ ജനത്തെ ശാന്തരാക്കി. കാര്യം ഗ്രഹിച്ച് എല്ലാവരും ഭക്ഷണപാനീയങ്ങൾ കഴിക്കാനും ഓഹരികൾ എത്തിച്ചു കഴിക്കാനും ആഹ്ലാദിക്കാനും വേണ്ടി പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം കുടുംബത്തലവന്മാർ എല്ലാവരും നിയമം പഠിക്കാൻ വേണ്ടി ലേവ്യരോടും പുരോഹിതരോടുമൊപ്പം നിയമജ്ഞനായ എസ്രായുടെ അടുത്ത് ചെന്നു. 7-ാം മാസത്തിലെ ഉത്സവത്തിന് ഇസ്രായേലിയർ കൂടാരങ്ങളിൽ വസിക്കണമെന്നും കുന്നുകളിൽ ചെന്ന് ഒലിവ്, കാട്ടൊലിവ്, കൊളുന്ത്, ഈന്തപ്പന എന്നിവയുടെ ശാഖകൾ കൊണ്ടുവന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ കൂടാരങ്ങൾ നിർമ്മിക്കുക എന്ന് തങ്ങളുടെ പട്ടണത്തിലും ജെറൂസലേമിലും പ്രഘോഷിച്ച് അറിയിക്കണമെന്നും കർത്താവ് മോശ വഴി നൽകിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് അവർ കണ്ടു. അവർ ചെന്ന് അവ കൊണ്ടുവരികയും തങ്ങളുടെ മേൽപ്പുരയിലും മുറ്റത്തും ദേവാലയാങ്കണത്തിലും ജലകവാടത്തിനും എഫ്രായിം കവാടത്തിനും സമീപമുള്ള മൈതാനങ്ങളിലും കൂടാരങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. പ്രവാസത്തിൽ നിന്നും മടങ്ങിവന്ന ജനം കൂടാരങ്ങൾ നിർമ്മിക്കുകയും അതിൽ വസിക്കുകയും ചെയ്തു. അവർ വളരെ സന്തോഷിച്ചു. കാരണം നൂനിന്റെ പുത്രൻ ജോഷുവായുടെ കാലം മുതൽ അന്ന് വരെ
ഇസ്രായേൽ ജനം ഇപ്രകാരം ചെയ്തിരുന്നില്ല. ഉത്സവത്തിന്റെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ എന്നും അവൻ കർത്താവിന്റെ നിയമഗ്രന്ഥം വായിച്ചു കേൾപ്പിച്ചു. 7 ദിവസം അവർ തിരുനാൾ ആഘോഷിച്ചു. നിയമമനുസരിച്ച് 8-ാം ദിവസം ഒരു മഹാസമ്മേളനവും ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്.